Assalamu alaikum, welcome back to my channel. എന്തുണ്ട് എല്ലാവരും വിശേഷം? അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്രയിലാണ്, പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പോണത് ഒരു ജബൽ ഭാഗത്തേക്കാണ്. പിന്നെ നമ്മൾ നെസ്റ്റോയിൽ ഒന്ന് പോകുന്നുണ്ട്. നെസ്റ്റോയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ ജബലിലേക്ക് പോണത്. അപ്പോൾ ഇതാ നമ്മൾ ചൈന മാർട്ടും നെസ്റ്റോയും കൂടി ഒരുമിച്ചാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിലാണ് കുറേ ഷോപ്പുകൾ, ചൈന മാർട്ടിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പുകളുണ്ട്. പിന്നെ നെസ്റ്റോയിലും കയറി ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോണത്. ഇവിടെ തന്നെയാണ്, ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാലാണ് നമുക്ക് കദ്രയിൽ, അതുവഴിയാണ് നമുക്ക് ജബലിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് പിന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മൾ പോണത്. നമ്മൾ രാവിലെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് രാവിലെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇതാ നെസ്റ്റോൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കുറേ ഷോപ്പുകളുണ്ട്. ഈ ചൈന മാർട്ടിൻ്റെ ഒരുപാട് ഐറ്റംസുകളായിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഫ്ലവേഴ്സും പിന്നെ അബായകളായിട്ടും ഡ്രസ്സുകളായിട്ടും പിന്നെ കർട്ടന്, സോഫ സെറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളായിട്ടുള്ള ഷോപ്പുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരും അവിടെ വരുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് തന്നെ അവിടെ തിരക്കൊന്നുമില്ല. ഇപ്പം നമ്മൾ മാത്രമേ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നെസ്റ്റോയിലേക്ക് കയറുകയാണെങ്കിൽ നമ്മൾ നെസ്റ്റോയിൽ കയറിയിട്ട് വേണം നമുക്കിനി പോവാൻ. അപ്പോൾ അതാ നെസ്റ്റോൻ്റെ ഉള്ളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സുകളായിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഇതായിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോരോ ഐറ്റംസും. പിന്നെ നമ്മൾ പോയത് ഫുഡിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മൾ പൊതിച്ചോറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മോൾക്ക് പിന്നെ മന്തിയും വാങ്ങിച്ച്, പിന്നെ നമ്മൾ ഡോണറ്റ്, പിന്നെ അങ്ങനെ ചിക്കൻ ഐറ്റംസൊക്കെയാണ് പിന്നെ വാങ്ങിച്ചത്. അങ്ങനെ വണ്ടിയിരുന്ന് കഴിക്കാനും പിന്നെ തിരിച്ച് വരുന്നത് വരെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ നെസ്റ്റോയിൽ അപ്പോൾ ഡ്രസ്സൊന്നുമില്ല. പിന്നെ നമ്മൾ ബാക്കി ഐറ്റംസുകളൊക്കെ വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. പിന്നെ കുറേ ഐറ്റംസ് ഫ്രൂട്ട്സും പിന്നെ നല്ല ഭംഗിയുണ്ട് സെറ്റ് ചെയ്ത് ഇരിക്കുന്നത് കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോസ് എടുത്ത് ഇതാണ് ഒമാന്റെ സുന്ദരമായ ജബൽ. ഇവിടെ വാതി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇവിടെ ആഴത്തിൽ ഇവിടെ കുറച്ച് മതി.
ആക്കിയിട്ട് ഇവിടെ പോയാൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ജബലിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഷോപ്പ് ഇതാ നമ്മുടെ കമ്പനി സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഈ ഷോപ്പ് ഒരു ഒമാനിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇക്കാക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് നേരമൊക്കെ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സൂപ്പർ മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റംസുകളും ഉണ്ട്, റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു റോഡാണ് ഇങ്ങോട്ട്. ഇത് ഭയങ്കര ഒരു അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം. ഇതാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈത്തപ്പഴവും തോട്ടവും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ എപ്പോഴും വാതി വരുന്ന സ്ഥലമാണ്. പണ്ട് കാലത്ത് ആളുകളൊക്കെ ഒട്ടകപ്പുറത്തൊക്കെ വന്നിട്ട് ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അവരുടെ കച്ചവടത്തിനൊക്കെ ആയിട്ടുള്ള ഒരു ഒത്തുകൂടൽ എല്ലാവരും അവിടെ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഇവിടെ നല്ലതുപോലെ തന്നെ വാതി വരും. ഇവിടെ നല്ല തെളിനീരായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ അതിൽ ചെറിയ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അതിലൊക്കെ ഇറങ്ങി മോള് കുറച്ച് നേരമൊക്കെ കളിച്ചതിൽ പിന്നെ കുറച്ച് മീനിനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് വാദി ഹലൈൻ എന്നാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ 2 ഗോത്രക്കാരായിട്ടാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ അൽ ജൗഹരി എന്ന് പറഞ്ഞ ഗോത്രക്കാരാണ് ഇപ്പോൾ ഇവിടെ താമസം. അപ്പോൾ ഈ മലയുടെ 2 സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. ചിലപ്പോൾ കിട്ടിയെങ്കിലോ പിന്നെ കാണാൻ പോലും കിട്ടുന്നില്ല. കണ്ടിട്ടോ ഇവിടെ ഗൈസ് കുറേ മീനുകൾ. അപ്പം നമ്മളിങ്ങനെ പിന്നെയും കാണിക്കും. ഇപ്പോൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ കല്ലുകളൊക്കെ എടുത്തിട്ട് അമ്മായി ഇത് വലിയ ആളോ ഒരിങ്ങനെ അടുത്തെത്തുമ്പോ അങ്ങോട്ട് ദൂരെ കയറി വന്നേ. അപ്പോൾ ഈ റോഡൊക്കെ ഇതാ ഒരു കുത്തനെയുള്ള റോഡാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡുകളിലൊക്കെ വീടുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ
5-6 ബിലാദ് ഉണ്ട് ഇവിടെ. അപ്പോൾ ബിലാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിന് ആണ് ബിലാദ് എന്ന് പറയുക. അങ്ങനെ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഒരുപാട് വെള്ളവും പിന്നെ മലകളും പിന്നെ ഈത്തപ്പനയും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ പോയിട്ട് ഒരു വൈകിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുപോയ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ച് അതിന് ശേഷമൊക്കെയാണ് നമ്മൾ പോകുന്നത്. കുറേ ആൾക്കാരൊക്കെ അവിടുന്ന് കൃഷി ചെയ്യണവരെയും അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ജസ്റ്റിൻ്റെ കാഴ്ചകൾ. അടുത്തടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നവർ ചില സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.